ഹേ ഗായ്സ്, അങ്ങനെ കറക്റ്റ് സമയത്ത് ഇന്ന് ലാസ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നു. പെട്ടെന്ന് റെഡിയായി 11 മണിയായപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നു. നമ്മളിന്ന് KL ടവറിൽ പോവാണ്. അത് ഗ്രൂപ്പായിട്ടല്ല, നമ്മളല്ലാതെ ബുക്ക് ചെയ്തതാണ്. KL ടവറിൽ പോയിട്ട് ടോപ്പ് വ്യൂവിൽ സ്കൈ ഡെക്കിൽ പോയിട്ട് കാണാമെന്ന് പറഞ്ഞ് ഈ ചേട്ടൻ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് ലിഫ്റ്റ് കയറി മുകളിൽ ടോപ്പിലെത്തണം. 300 മീറ്ററോ 400 മീറ്ററോ എന്തോ ടോപ്പിലെത്തണം. അപ്പോൾ ചെവിയൊക്കെ അടഞ്ഞു പോയിട്ടോ. ഞങ്ങൾ ഏകദേശം ഈ ടോപ്പ് ലെവലിലെത്തും. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞെക്കി മുകളിലോട്ട് പോയതൊന്നും അറിഞ്ഞില്ല, പെട്ടെന്ന് എത്തി. അങ്ങനെ മുകളിൽ ചെല്ലുമ്പോൾ ചെവിയൊക്കെ അടഞ്ഞു. സ്കൈ ഡെക്കിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച ഉണ്ട് മക്കളെ. ഇതാണ് മലേഷ്യ. ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇത് കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ. അത്യാവശ്യം വെയിലുണ്ട്, എന്നാൽ പോലും നമ്മൾ ഈ ഒരു കാഴ്ച കാണാനാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയത്. എന്തോ ഒരു ടിക്കറ്റ് എടുക്കണം അവിടെ, എത്രയാണെന്ന് ഞാൻ മറന്നുപോയി. ഇതാ കാണുന്നൊരു ടവർ ഉണ്ടോ, ആ ടവറാണ്. അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ചെയ്താൽ പിന്നെ വേൾഡിലെ സെക്കൻഡ് ടോളസ്റ്റ് ടവറാവും അത്. അങ്ങനെ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. റെസ്റ്റോറൻറ്റ് ഈവനിങ് ആണ് ഓപ്പൺ ആവുള്ളൂ. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് കാണാൻ കയറിയതാണ്. ഈ റെസ്റ്റോറൻറ്റ് വെച്ച് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ കറങ്ങുന്ന റൊട്ടേറ്റ് ചെയ്യുന്നൊരു റെസ്റ്റോറൻറ്റാണ്. അതിന് തൊട്ട് താഴെ ഇങ്ങനെ ബൈനോക്കുലേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഏരിയ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നമ്മൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ട് താഴേക്കില്ല, ഏറ്റവും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഈ 3 ഫ്ലോറിലാണ് നമുക്ക് എൻട്രൻസ് ഉള്ളൂ. അങ്ങനെ ഇറങ്ങി നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള ഒരു മലപ്പുറംകാരൻ ചേട്ടൻ്റെ ഈ ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇവിടെ നിന്ന് നല്ല വാഴയിലയിൽ ഊണൊക്കെ കിട്ടും കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അങ്ങനെ ഇവരൊക്കെ കഴിക്കുന്നതുണ്ടോ, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരാണ്. ഡോക്ടറാണ്. ഡോക്ടർ കഴിക്കുന്നത് എന്തോ ചൈനീസ് ഡിഷാണ്. ഇപ്പുറത്തെ കുട്ടി കഴിക്കുന്നതും ചൈനീസ് എന്തോ ഡിഷാണ്, പേരെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ വാഴയിലയിൽ ഊണൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്ന ഒരു മോസ്ക് കാണാനാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ മോസ്ക്. നമ്മൾ മോസ്കിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ലേഡീസിന് എല്ലാവർക്കും ഇതുപോലൊരു യൂണിഫോമൊക്കെ കൊടുത്തു. ജെൻസ് ഷോർട്ട്സ് ഇട്ടവർക്കൊക്കെ ഈ യൂണിഫോം ഇട്ടണം നിർബന്ധമാണ്. അങ്ങനെ അതിട്ട് നമ്മൾ എൻട്രി ചെയ്തു. ചെരുപ്പിടാൻ പാടില്ല. അങ്ങനെ അകത്ത് കയറി നമ്മൾ ഭയങ്കര സൈലൻസാണ്. കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. അവിടെ കുറേ പ്രേയേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി. നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിനേക്കാൾ മുമ്പ് പാട്ട് വെച്ചു. ഇത്രയും ദിവസം നമ്മൾ പാട്ടൊന്നും വെച്ചിട്ടിരുന്നില്ല. പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ചേട്ടൻ ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. പരിപാടി വൈബാക്കാൻ വേണ്ടി പുള്ളി ഡാൻസൊക്കെ കളിച്ച് തുടങ്ങി. എല്ലാവരെയും ഒന്ന് ഡാൻസ് കളിക്കാൻ കൊണ്ടുവരണമല്ലോ, എന്നാലും പുള്ളിയുടെ ഇനിഷ്യേറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഡാൻസ് കളിക്കാൻ ഇറങ്ങി. കുറച്ച് നേരം തുള്ളി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഒരു വൈബായി എയർപോർട്ടിലെത്തി. എന്തായാലും ഈ ഒരു ട്രിപ്പ് അടിച്ചു പൊളിച്ചു. താങ്ക് യു ഷാസ് ഹോളിഡേയ്സ്. അങ്ങനെ എയർപോർട്ടിലെത്തി നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു ട്രിപ്പിൽ കാണാം. ബൈ.